നമസ്കാരം. വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെതിരെ കാപ്പ ചുമത്തിയതിനു പിന്നിൽ വൻ ഗൂഢാലോചന എന്നാണ് ഇപ്പോൾ ഓരോ തെളിവുകളായി പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അത് പ്രത്യേകിച്ചും അവിടുത്തെ നാട്ടുകാരോട് മുഴുവൻ ആരാഞ്ഞപ്പോൾ അവിടുത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലറിനെ വിളിച്ചു. പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത്? അവിടുത്തെ കൗൺസിലറിനെയാണ് വിളിക്കേണ്ടത്. ആ കൗൺസിലർ ആ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ കാപ്പ ചുമത്തിയത് എന്ന് തങ്ങൾക്ക് അറിയില്ല. ഇത് ശക്തമായ കൃത്യമായ ഗൂഢാലോചനയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ മുൻ MLAക്ക് ഇതിൽ വളരെ ശക്തമായ റോൾ ഉണ്ട് എന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ രീതിയിൽ ഗൂഢാലോചന നടത്തി ഒരു ജനപ്രതിനിധിയെ അകത്താക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്തിനാണ് ഇതിന് കുടപിടിച്ചു കൊടുക്കുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യം. ഇതിന് വളരെ കൃത്യമായ ഉത്തരമുണ്ട്. അതും നിരീക്ഷകരടക്കം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ഗുഡ് ലിസ്റ്റിൽ കയറി പറ്റണം. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ആകേണ്ട ആളായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആകാതെ പോയത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഒറ്റ ഇടപെടൽ കൊണ്ടാണ് എന്ന്, അത്തരത്തിൽ ഒരു ഇടപെടൽ ഇനി ഉണ്ടാകാതിരിക്കുവാനും ഭാവിയിലെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകുവാനുമുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് എന്നതാണ്. കാരണം ഇവിടെ സുഗതൻ എന്നത് BJPയുടെ പ്രവർത്തകനാണ്, BJPയുടെ കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ സുഗതനെതിരെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർക്കെതിരെ താൻ എതിരാണ് എന്നും അവർക്കെതിരെ ഇത്തരത്തിൽ ശക്തമായ നടപടികൾ എടുക്കുന്ന ആളാണ് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്ന രീതിയിൽ ഒരു ഇമേജ് മുസ്ലിം ലീഗിൻ്റെ മുന്നിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിലൊക്കെ കാണിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് വളരെ കൃത്യമായൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാനും ഇനി വരുന്ന നാളുകളിലെങ്കിലും പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ആളായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന തരത്തിലാണ് നാട്ടുകാർ, അതോടൊപ്പം തന്നെ നിരീക്ഷകരടക്കം പറയുന്ന ഒരു കാര്യം. സുഗതനെതിരെ ഇതിനു മുന്നേയും കാപ്പ കേസ് എടുത്തിട്ടുണ്ട്. ആ കാപ്പ കേസിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപോത്ബലകമായിട്ടുള്ള കാരണങ്ങളോ ഇല്ലാതെയാണ് ഇദ്ദേഹത്തിനെതിരെ മുന്നേയും കാപ്പ കേസ് എടുത്തിട്ടുള്ളത്. അന്ന് കോടതി തന്നെ ഈ കാപ്പ കേസ് റദ്ദ് ചെയ്യുകയുണ്ടായി. 2023-ലും 2025-ലും ഇതാണ് സംഭവിച്ചത്. അദ്ദേഹം തുടർന്ന് ജനപ്രതിനിധിയായതിനു ശേഷം അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കണം എന്ന വളരെ ഒരു ഗൂഢാലോചനാപരമായിട്ട്, വളരെ ആസൂത്രിതപരമായിട്ട് ക്രിമിനൽ മൈൻഡ് സെറ്റോടുകൂടി ചില ആൾക്കാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് സുഗതനെതിരെ ഇപ്പോൾ ഒരു കാപ്പ കേസ് എടുത്തിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വാഴോട്ടുകോണം വാർഡ് നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെയൊക്കെ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട വ്യക്തിയാണ് സുഗതൻ. ആ സുഗതനെയാണ്, ഒരു ജനപ്രതിനിധിയായ വ്യക്തിയാണ് ഇത്തരത്തിൽ പോലീസ് പിടിച്ച് അകത്തിടുവാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായ രീതിയിലൊരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഒട്ടും ആശാസ്യകരമായ കാര്യമേ അല്ല. നാഴിക്ക് 400 വട്ടം ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് ലേലം വിളിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്? ED ഇവിടെ എത്തിയപ്പോൾ കേരള പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുത്തിയും അവിടെ CPMന് ഇടതുപക്ഷത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസിനെ ആയിരുന്നു ജനം കണ്ടത്. അത്തരത്തിൽ കേരള പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുത്തുന്ന ആ രംഗവും അതിനുശേഷം നടന്ന റെയ്ഡ് നാടകങ്ങളും ഒക്കെ ജനം കണ്ടതാണ്, ജനം വിലയിരുത്തിയതാണ്. എന്നിട്ടും എന്തേ ഇതൊക്കെ സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് അവരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തത്? അതായത് ഈ വ്യക്തികൾ EDക്കെതിരെ പ്രക്ഷോഭം നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോലീസ് തന്നെ പരാതിപ്പെടുന്ന ചില ശബ്ദശകലങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് എന്തിനായിരുന്നു അങ്ങനെ? അപ്പോൾ കേരള പോലീസിന്റെ മൊറയിൽ നഷ്ടപ്പെടുത്തിയും ഇവർക്ക് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ളതായ ക്രിമിനൽ നടപടികൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പോലീസ് എല്ലാ തരത്തിലുള്ള ഒത്താശകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ MLA പരാജയപ്പെട്ടു. ആ MLAക്ക് പരാജയപ്പെട്ടും ആ പരാജയത്തെക്കാൾ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനകത്തു നിന്നാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നഷ്ടം സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ചില കടകൾ
ചില കടകൾ അനധികൃതമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെ കൈയടക്കി വെച്ചിട്ടുണ്ട്, കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരികയായിരുന്നു എന്നാണ് പല മേഖലകളിൽ നിന്നും നമുക്ക് വരുന്ന ചില വിവരങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഈ രീതിയിൽ കാലാകാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആവലാതിയാണ് അദ്ദേഹത്തിന് എന്നതാണ് നമുക്ക് സമൂഹത്തിനുള്ളിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു വാദഗതി. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായി 45 വർഷത്തോളം കോർപ്പറേഷൻ അടക്കി ഭരിച്ചതിന് ശേഷം ഇവിടെ കോർപ്പറേഷനുള്ളിൽ നിന്ന് അനധികൃതമായി കിട്ടുന്ന സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വേവലാതി. അപ്പോൾ അത് സുഗതൻ എന്ന കൗൺസിലറിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും കൗൺസിലർ സ്ഥാനത്ത് നിന്ന് സുഗതൻ പുറത്താകുന്നതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാരം വീണ്ടും ഇടതുപക്ഷത്തിലേക്ക് മടങ്ങി വരും എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചില അന്തർനാടകങ്ങൾ, ഉൾനാടകങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്നതാണ് നമുക്ക് വ്യക്തമായി കൃത്യമായി കിട്ടുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് വാസ്തവമെങ്കിൽ അത് തുറന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ ഗൂഢാലോചനകൾ നടത്തി ഏതെങ്കിലുമൊക്കെ കേസിൽ പെടുത്തിക്കൊണ്ട് അന്യാധീനമായി അനധികൃതമായി ജയിലിൽ വയ്ക്കുന്നത് ഒരു കാരണവശാലും ജനാധിപത്യ സമൂഹത്തിന് ആശാസ്യകരമായ കാര്യമേ അല്ല. ഇത് തുറന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വാസ്തവവും സത്യാവസ്ഥയും തുറന്നു വിടുവാനായിട്ടും പുറത്തു വിടുവാനായിട്ടും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പോലും വളരെ ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഫോർത്ത് എസ്റ്റേറ്റ് എന്തിനാണ് ചില ഗൂഢാലോചനക്കാരുടെ പിണിയാളുകളായി മാറുന്നത് എന്നതാണ്. സുഗതനെതിരെ എന്തിനാണ് ഇത്ര ശക്തമായ വാദഗതികൾ ഉന്നയിക്കുന്നത് എങ്കിൽ അത് കൃത്യമായ ഗൂഢാലോചന തന്നെയാണ് അതിൻ്റെ പിന്നിൽ. കാരണം ഇടതുപക്ഷം ആണ് അവിടെ അധികാരത്തിൽ വരേണ്ടത് എന്ന ഒരു ഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകരും ചിന്തിക്കുന്നു. അതിനുവേണ്ടി പിന്തുണ കൊടുക്കുവാനാണ് അത് തയ്യാറാകുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ അതുകൊണ്ട് അത് വളരെ കൃത്യമായി അത് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് വട്ടിയൂർക്കാവിൻ്റെ MLA യും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഈ വിഷയത്തെ ചോദ്യം ചെയ്തു തന്നെ അനാവശ്യമായ വെടിയുച്ചകൾ കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു സാഹചര്യവും അവിടെ ഇല്ല എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നതിൻ്റെ പിന്നിലും ഈ കാരണമാണ്. അനാവശ്യമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഇത് മറച്ചു വയ്ക്കുവാനാണ് പലപ്പോഴും ഇവർ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് ഇത് തെളിവുകൾ സഹിതം ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പൊളിച്ചടുക്കിയത്. എന്തായാലും സുഗതനെ ഒരു രീതിയിലും ഒരു ഗൂഢാലോചനയ്ക്കും വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആ ഉറപ്പിന്മേൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കരമന ജയൻ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യപ്പെടുത്തലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. അങ്ങനെയുള്ള ജനപ്രതിനിധിയെയാണ് വീട്ടിൽ കയറി ചെന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് അയാളെ പിടിച്ചു കൊണ്ടുപോയത്. എന്തായാലും ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നത് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.